ശരിക്കും നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ചോദിക്കഴിഞ്ഞാൽ അവൻ അവൻ്റേതായിട്ടുള്ളൊരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. നമ്മളിപ്പോൾ ജോലി കഴിഞ്ഞതിന് ശേഷം 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് വീട്ടിൽ വന്നിട്ട് നമുക്ക് സുഖമായിട്ട് നടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ ഒരു സിനിമ കാണാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു കോളിൽ നിന്നൊരു ഫോൺ വിളി വരുന്നതല്ലേ. വെള്ളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കറണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ ബൾബ് കത്തുന്നില്ല, ഫാന് കറങ്ങുന്നില്ല, ഫ്രിഡ്ജ് ഓൺ ആവുന്നില്ല, AC ഓൺ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ ചെല്ലുമല്ലേ. നമ്മളോട് ചെന്ന് ചിലപ്പം മിക്ക വീടുകളുടെ അവസ്ഥ തന്നെയാണ് പറയുന്നത്. ചെന്ന് നമ്മൾ വർക്ക് തുടങ്ങിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വീട്ടുകാർ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞ സമയമാണ്. നമ്മളെപ്പോൾ വന്നു, നമ്മളെപ്പോൾ പോകുന്നു, ഇതാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ അവിടെ കംപ്ലയിൻറ്റ്, നമ്മൾ എത്ര സമയമെടുത്ത്, നമ്മൾ എത്ര കഷ്ടപ്പെട്ട്, നമ്മൾ എത്ര ചിന്തിച്ചിട്ടാണ് ആ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്തതെന്നല്ല അവർ ചിന്തിക്കുന്നത്. നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഇത്ര നിസ്സാരമായ ഒരു കാര്യം ചെയ്യുന്നതിനാണ് അവൻ 200 രൂപ ചോദിച്ചത്, അല്ലെങ്കിൽ 150 രൂപ ചോദിച്ചത്. നമ്മൾ എത്ര ദൂരം നിന്നാണ് വരുന്നതെന്നോ, നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വരുന്നതെന്നോ, നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇവരുടെ ഒരു കോള് വന്നതുകൊണ്ട് നമ്മൾ വരുന്നതെന്നോ ഒന്നും ചിന്ത അവർക്ക് ഇല്ലല്ലേ. അങ്ങനെ ഒരുപാട് വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു അവസ്ഥ നിങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ഒരിക്കലും ഒരു ടെക്നീഷ്യനും ഇനി മെയിൻ്റനൻസ് ഒക്കെ നോക്കാൻ പോകണം ഒരു ടെക്നീഷ്യനും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. നാട്ടിലൊക്കെ 1000ഉം 10,000 ഒക്കെ മുടക്കി ഫാൻസി ലൈറ്റുകളും ഫാൻസി ആയിട്ടുള്ള ഫാനുകളും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ വീട്ടിൽ വാങ്ങി സെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പം നമ്മളെല്ലാം വർക്കെല്ലാം കഴിഞ്ഞ് പോയിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത് നമ്മളെ ഇതൊരു ഫിറ്റ് ചെയ്യാനായിട്ട്. നമ്മളെല്ലാം പോയിട്ട് കഷ്ടപ്പെട്ട് അതെല്ലാം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 500 രൂപ പോലും തികച്ച് തരാത്ത ഒരുപാട് വീടുകൾ നമ്മുടെ നാട്ടുകളിലുണ്ടല്ലേ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഈ ജോലി ഇത്രയും തരംതാണ രീതിയിലോട്ട് കൊണ്ടുപോയത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ജോലിക്കാരാണെന്ന് കൂടി നമ്മൾ ഓർക്കണം കേട്ടോ. തുച്ഛ ലാഭത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫീൽഡിനെ ഇത്രയ്ക്കും എന്താണ് പറയുക ഇത്രയും തരംതാണ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകാനുള്ള പ്രധാന കാരണക്കാരും അത്തരത്തിലുള്ള കുലംകുത്തികളാണ് കേട്ടോ.